കരുണയുടെ കമനീയ കാന്തികൾ കതിരിട്ട് കളിയാടാൻ പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു ദിനം കടന്നു ചെല്ലുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇപ്പാനെ കണ്ടപാടെ ഉപ്പാക്കിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് ഉപ്പയോട് വളരെ വിഷമത്തോടെ മകള് പറയുകയാ, പ്രിയമുള്ള മുഅ്മിനേ, ലോകത്തിന്റെ നായകന്റെ കരളിന്റെ കഷ്ണമാണ് മഹദി ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു എന്റെ ഉപ്പ ഈ പൊന്നുമോളും ഉപ്പയുടെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈനും ഭക്ഷണം കഴിച്ചിട്ട് 3 ദിനങ്ങൾ കഴിഞ്ഞുപോയി ഉപ്പ. ഇത് കേട്ട മുത്തുനബി തങ്ങൾ പറയുകയാ, ഏ ഫാത്തിമ പൊന്നുമോളെ, ഉപ്പ ഭക്ഷണം കഴിച്ച് 4 ദിനങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. മുത്തുനബിക്ക് താങ്ങാനായില്ല. മുത്തുനബി ഇറങ്ങി നടക്കുകയാണ്. അതാ കുറച്ചകലച്ച ഒരു കിണറിലതാ ഒരു കിണറ്റിൽ നിന്നൊരു അഅറാബി വെള്ളം കോരുന്നത് കൊണ്ടു. അഅറാബി ചോദിച്ചു, അല്ല സഹോദരാ, ഇതിൽ നിന്ന് ഞാൻ വെള്ളം കോരിത്തരാം, എനിക്ക് പ്രത്യുപകാരമായ മതി. നബി തങ്ങളതാ ഒരു പാട്ട വെള്ളം കോരി ഒരു പാത്രം നിറച്ചു കൊടുത്തു. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് അഅറാബി 3 ഈത്തപ്പഴം നൽകി. അൽഹംദുലില്ലാഹ്, നബി തങ്ങളതങ്ങ് ഭക്ഷിച്ചു. പിന്നെ അഅറാബി പറഞ്ഞു, ഇതാ ബാക്കിയുള്ള പാത്രം കൂടി നിറയ്ക്കുക. അങ്ങനെ പാത്രം നിറയ്ക്കാൻ വേണ്ടി പറഞ്ഞ അഅറാബി അവിടെ 9 പാത്രങ്ങൾ പുണ്യ റസൂൽ നിറച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, മാനവാ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലാണ് ത്യാഗത്തിന്റെ നായകനെ, കാരുണ്യത്തിന്റെ പ്രതീകമേ, നന്മയുടെ പ്രതീകമേ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളാ 9 പാത്രം നിറച്ച് 10ാമത്തെ പാത്രം നിറക്കിയതാ കിണറ്റിലേക്ക് ഇട്ട സമയത്ത് ആ തൊട്ടിയതാ അതിൽ വീണുപോയി. ഈ സമയത്താണ് അഅറാബി കടന്നു വരുന്നത്. വന്ന് കണ്ട അഅറാബി കാണുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് പാത്രം അടിയിലേക്ക് വീണുപോയിട്ടുണ്ട്. ദേഷ്യം വന്ന അഅറാബി മുഖത്തേക്ക് ഒരടി അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് 24 ഈത്തപ്പഴം കൊടുത്തു. 24ഓ 27ഓ ഈത്തപ്പഴം കൊടുത്തു. 2 അഭിപ്രായങ്ങളുണ്ട് മുഅ്മിനേ. ഏതായാലും പുണ്യനബി അത് വേവിച്ചുകൊണ്ട് അവിടെ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കുന്നില്ല. പുണ്യനബി അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് ലക്ഷ്യം വെച്ച് പോവുകയാണ്. അല്ലാഹുവിന്റെ വീട്ടിലേക്ക് എത്തി. ഹസൻ ഹുസൈനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഹസൻ ഹുസൈൻ എന്ന് വിളിച്ച് 2 പേരക്കിടാങ്ങളെ ഇലങ്ങിൽ ഇരുത്തിയിട്ട് ഇതാ ഉള്ള ഈത്തപ്പഴം ഓരോന്നായി കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, വല്ലാതെ വിശന്നു പോയി, എന്റെ മക്കള് വല്ലാതെ വിശന്നു പോയി. ഈ സമയത്താണ് അഅറാബി ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് അറിഞ്ഞപ്പോ കൈവെട്ടി. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വരുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ അടിച്ച കൈ എനിക്ക് വേണ്ട, ഇങ്ങനെങ്ങ് ചെരിച്ചു പോയി. കാണാൻ വരുന്നത് കണ്ടപ്പോഴോ ഈ രംഗമാണ്. എന്നിട്ട് പുണ്യനബി ചരിത്രമോ, പുണ്യനബി ആദ്യത്തെ വെള്ളമങ്ങ് കോരിക്കൊടുത്ത് പാത്രം നിറച്ചപ്പോ മുഅ്മിനേ, ഇവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഈ അഅറാബി 3 ഈത്തപ്പഴം കൊടുത്തില്ലേ? ആ 3 ഈത്തപ്പഴം അല്ലാഹുവിന്റെ റസൂൽ അപ്പടി കഴിച്ചില്ലേ? അതെന്തിനാണെന്നറിയുമോ? മറ്റൊന്നിനുമല്ല, ബാക്കി കുറച്ചുകൂടെ വെള്ളം കോരണം. ആദ്യത്തെ കോരലിൽ തന്നെ എന്റെ പള്ളയാണ്. ഇനി ഞാൻ 2-3 തൊട്ടി വെള്ളം നിറച്ചു കഴിഞ്ഞാൽ, പാത്രം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കാവൂല എന്ന് മനസ്സിലാക്കി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ആ 3 ഈത്തപ്പഴം കഴിക്കാനതാണ് കാരണമെന്ന് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ള മുഅ്മിനേ, ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ തിരുദൂതനെ സ്നേഹിക്കാതെ വേറെ ആരയിക്കാനുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് സ്നേഹിക്കാനുള്ളത്? ആ പുണ്യഭൂമേരയുടെ റബീഉൽ അവ്വൽ സമാഗതമായിരിക്കുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോവണേ, നല്ല നിലയിൽ കൊണ്ടേ